ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുമി ആൻഡ് കേരള. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് ഫ്രൈഡ് റൈസ് ആണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് വിശപ്പൊക്കെ ഇച്ചിരി അധികമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അതാണ് നല്ലത്. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 മുട്ടയാണ്. അപ്പം നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് അല്പം കുരുമുളക് പൊടി തൂളി കൊടുക്കാം. നമുക്കതിലോട്ട് ഗ്രീൻ സ്പ്രിംഗ് ഒനിയൻ അല്പം ഇട്ട് കൊടുക്കാം. നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മുട്ട ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വൈറ്റ് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്പം ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 3 മിനിറ്റ്സ് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ബാസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം.
പിന്നെ നമുക്കതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരല്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്വല്പം മതി. നമുക്ക് ആവശ്യം ചോറ് വേവിച്ചിട്ട് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം വേണം നമുക്ക് അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യാൻ. ഉപ്പ് അല്പം കുറവാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ തൂളി കൊടുക്കണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കതിലോട്ട് ഗ്രീൻ സ്പ്രിംഗ് ഓണിയൻ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചില്ലി ചിക്കൻ്റെ കൂടെയോ ചില്ലി ഗോപിയുടെയോ ഒക്കെ കൂടെ കഴിക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ, എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക് യു.